എല്ലാ കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതാണ്. അപ്പം പാഠഭാഗം തുടങ്ങുന്ന ആ ഒരു പേജിൽ തന്നെ രണ്ട് കുട്ടികളുടെ ഇടയിലുള്ള സംഭാഷണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ആദ്യത്തെ ഈ ഒരു കുട്ടി പറയുന്നുണ്ട്, ഈ ഒരു മെഷീൻ ഇതൊരു ജനറേറ്റർ ആണ്. ഈ മെഷീൻ എല്ലാ സ്റ്റേജുകൾക്കും ആവശ്യമായ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി പറയുന്നതാണ്, എങ്ങനെയാണ് ഈ ഒരു മെഷീൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയായിരിക്കും ഈ മെഷീൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്? ഈ പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും. നമുക്കറിയാം, ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഒരുപാട് മറ്റ് എനർജി ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ 1-2 പാഠഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ പാഠഭാഗത്തിൽ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാഠഭാഗത്തിൽ മാഗ്നറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഇപ്പം ഇലക്ട്രിക്കൽ എനർജി ഏതെല്ലാം ഫോംസിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്? ഒരുപാട് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ലൈറ്റ് എനർജി, മാഗ്നറ്റിക് എനർജി, ഹീറ്റ് എനർജി, അങ്ങനെ ഒരുപാട് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യു നോ ദാറ്റ് എ സോളാർ സെൽ കൺവേർട്സ് solar energy into electrical energy. Like this, which are the other forms of energy that can be converted into electrical energy? അതായത് നമുക്കറിയാം, സോളാർ സെല്ല് നമ്മളുടെ വീട്ടിലൊക്കെ ഘടിപ്പിക്കുന്ന ആ സോളാർ സെല്ല് സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ ഏതെല്ലാം മറ്റ് എനർജി ഫോമാണ് ഈ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഈ പാഠഭാഗത്തിൽ മാഗ്നറ്റിക് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നത് നമുക്ക് നോക്കാം. ലെറ്റ് us see whether we can convert magnetic energy into electrical energy. You have understood from previous chapter that a conductor in a magnetic field experiences a force. നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിലാണ് ഒരു കണ്ടക്ടർ ഇരിക്കുന്നതെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുകയും ആ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ ആ ഒരു ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇഫ് ഇറ്റ് സോ, വിൽ ഇലക്ട്രിസിറ്റി ബി ജനറേറ്റഡ് വെൻ എ കണ്ടക്ടർ ഇസ് മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? നമുക്കത് നോക്കാം. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടറിന് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടക്ടറിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിച്ചാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുമോ എന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതുപോലുള്ള ഒരു എക്സ്പെരിമെന്റ് ഫസ്റ്റ് ടൈമിൽ പ്രസന്റ് ചെയ്തത് മൈക്കൽ ഫാരഡേ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യമായുള്ള സാധനങ്ങൾ ബാർ മാഗ്നറ്റ്, സോളിനോയിഡ്, ഗാൽവനോമീറ്റർ എന്നിവയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ കാണുന്ന രീതിയിൽ ഈ ഒരു ഇതൊന്ന് അറേഞ്ച് ചെയ്യുക, ഈ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഇതൊരു സോളിനോയിഡാണ് അല്ലേ? നിങ്ങൾക്ക് സോളിനോയിഡ് അറിയാം. ഇത് രണ്ടും ഒരു സോളിനോയിഡാണ്. സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ദ മാഗ്നറ്റ് ഇൻ ടു ദ സോളിനോയിഡ്. എന്നിട്ട് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിക്കുന്നത് ആ ബാർ മാഗ്നറ്റിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നതാണ്. അപ്പം ഗാൽവനോമീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നുണ്ട്. ആ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വലത്തോട്ടേക്കും, പുറത്തേക്ക് വലിക്കുമ്പോൾ ഇടത്തോട്ടേക്കുമാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എക്സാംസിന് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ 2 ചിത്രം നോക്കിയതിന് ശേഷം ഈ ടാബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തത് എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയേഴ്സ് ആണ്. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ആ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമോ, ഡിഫ്ലക്റ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഡിഫ്ലക്റ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട്, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ? അത് നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാം. ഒന്നാമത്തേത് എന്താണ്? ദ മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി നിയർ ദ സോളിനോയിഡ്. അതായത് സോളിനോയിഡിൻ്റെ അരികത്ത് മാഗ്നറ്റ് സ്റ്റേഷനറി ആണ്, അതായത് ഒരു നീക്കൊന്നും ഇല്ലാതെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുകയില്ല.
കാരണം അവിടെ ഒന്നും എപ്പോഴാണ് ഒരു ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഒരു സോളിനോയിഡിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു മ്യൂച്വൽ റിയാക്ഷന്റെ മൂലമാണ് ഈ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അരികത്ത് സ്റ്റേഷനറി ആയിട്ട് വെച്ചാൽ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഡസ് നോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുകയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ ഒരു കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. അതായത് മാഗ്നറ്റിന്റെ നോർത്ത് പോള് സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ റിയാക്ഷൻ ഉണ്ട്. ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു മ്യൂച്വൽ റിയാക്ഷൻ വന്നു. അങ്ങനെ ആകുമ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയോ? അതായത് നോർത്ത് പോള് മൂവ് ചെയ്യിക്കുമ്പോൾ ഡയറക്ഷൻ റൈറ്റിലോട്ടേക്കായിരിക്കും. ഓക്കെ. അടുത്തത്, മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിലും ഡിഫ്ലക്റ്റ് ചെയ്യില്ല, കാരണം ഉള്ളിലും ഒരു റിയാക്ഷൻ ഒന്നും ഇല്ലാതെ വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. നാലാമത്തേത്, ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡിനുള്ളിൽ നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അതായത് അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഡയറക്ഷൻ ഉള്ളിലേക്ക് പോകുമ്പോൾ റൈറ്റ് ആയിരുന്നു, പുറത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അടുത്തത്, ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഇസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. നമ്മൾ ആദ്യം നോർത്ത് പോളാണ് മൂവ് ചെയ്തത്. ഇപ്പം സൗത്ത് പോള് ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യും. ലെഫ്റ്റിലോട്ടേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക. മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം സ്പീഡ്. മാഗ്നറ്റും സോളിനോയിഡും സെയിം ഡയറക്ഷനിലേക്ക് സെയിം സ്പീഡിൽ മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ? അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് ഒരേ ഒരു സ്പീഡിൽ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. അടുത്തത്, ദ സോളിനോയിഡ് ഈസ് മൂവ്ഡ് കീപ്പിംഗ് മാഗ്നറ്റ് സ്റ്റേഷനറി. നേരത്തെ നമ്മൾ സോളിനോയിഡ് സ്റ്റേഷനറി ആയിട്ട് വെച്ച് മാഗ്നറ്റ് ആണ് മൂവ് ചെയ്തത്. ഇവിടെ സോളിനോയിഡ് മൂവ് ചെയ്യിക്കുന്നു മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചുകൊണ്ട്. അങ്ങനെ ആകുമ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യും. എങ്ങോട്ടേക്കായിരിക്കും? ആ മാഗ്നറ്റിന്റെ പൊളാരിറ്റിക്ക് അനുസരിച്ച്. അതായത് സോളിനോയിഡ് മൂവ് ചെയ്യിക്കുമ്പോഴും മാഗ്നറ്റിന്റെ നോർത്ത് പോളോ അല്ലെങ്കിൽ സൗത്ത് പോളോ ആയിരിക്കും സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് നീങ്ങുന്നത്. അപ്പം മാഗ്നറ്റിന്റെ ആ ഒരു പൊളാരിറ്റിക്ക് അനുസരിച്ച് അത് ഈ സോളിനോയിഡ് അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് അടുത്തതിലേക്ക് പോകാം. Repeat the experiments using magnet of greater strength and increasing number of turns in the solenoid on the basis of experiment. Complete the table 3.2. അതായത് നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ആ എക്സ്പെരിമെന്റ് തന്നെ ഗ്രേറ്റർ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയിട്ട് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്റർ നീഡിലെ ഡിഫ്ലക്ഷന് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നതെന്ന് ഈ ഒരു ടേബിൾ 3.2-ൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഗ്രേറ്റർ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോഴും നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോഴൊക്കെ ഈ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുമെന്ന്. കാരണം എന്താണ്? ഈ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സോളിനോയിഡ് കൂട്ടുമ്പോൾ അവിടെ ഓരോരോ കോയിലും ഇത്ര മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നന്നായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടും. അപ്പം ഗ്രേറ്റർ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സോളിനോയിഡ് കൂട്ടുമ്പോഴൊക്കെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഗാൽവനോമീറ്റർ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇവിടുത്തെ ടേബിൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ്ഡ്, അങ്ങനെയാകുമ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ ഇൻക്രീസസ്. സ്ട്രോങ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ്, അങ്ങനെയാകുമ്പോഴും ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ നീഡിൽ ഇൻക്രീസസ്. അതുപോലെ മാഗ്നറ്റ് ഓർ സോളിനോയിഡ് മൂവ്സ് വിത്ത് ഗ്രേറ്റർ സ്പീഡിൽ മൂവ് ചെയ്യിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യും. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻക്രീസസ്. ഇനി നമുക്ക് ഒരു പുതിയ ആശയമാണ് പഠിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക്
ഇൻഡക്ഷൻ. ഇവിടെ നമുക്കത് ഒരു 3-4 ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. On the basis of the above experiment and analysis of the table, find out the answers to the following questions and write them down in the science diary. Why did the galvanometer needle deflect in the experiment? നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ, അതായത് മാഗ്നറ്റിൻ്റെ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യിച്ചും പുറത്തേക്ക് വലിച്ചുമൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലേ, ആ എക്സ്പെരിമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്? അതിൻ്റെ കാരണം എന്താണ്? എന്തായിരിക്കും കാരണം? ഗാൽവനോമീറ്റർ നീഡിലിൻ്റെയും സോളിനോയിഡിൻ്റെയും ബാർ മാഗ്നറ്റിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ ഒരു ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു. അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ അവിടെ ഡിഫ്ലക്റ്റ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യമോ, വിച്ച് were the instances in which there was a flow of current through the solenoid? സോളിനോയിഡിൻ്റെ ഉള്ളിലൂടെ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകാനുള്ള ആ ഇൻസ്റ്റൻസസ് ഏതെല്ലാമാണ്? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ് ആൻഡ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡ് ഈസ് മൂവ്ഡ് കീപ്പിംഗ് ദ മാഗ്നറ്റ് സ്റ്റേഷനറി. ഇത്രയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടായത്. അല്ലാതെ സ്റ്റേഷനറി ആയിട്ട് വെക്കുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാകുന്നില്ല, കാരണം അവിടെ ഒരു മ്യൂച്വൽ റിയാക്ഷൻ ഇല്ല. അടുത്ത ചോദ്യമോ, വിച്ച് were the instances in which the current increased? ഏതെല്ലാം ഇൻസ്റ്റൻസസിലാണ് കറണ്ട് വർദ്ധിച്ചത്? ഏതെല്ലാം ഇൻസ്റ്റൻസിലാണ്? നമ്മളിവിടെ പറഞ്ഞു, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയേരം, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ്, അപ്പോൾ ഇൻക്രീസ് ചെയ്തേരം കറണ്ട് ഇൻക്രീസ് ചെയ്തു. അതുപോലെ സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിച്ചേരം കറണ്ട് ഇൻക്രീസ് ചെയ്തു. മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ് ഗ്രേറ്റർ സ്പീഡിൽ മൂവ് ചെയ്യിച്ചേരം കറണ്ട് ഇൻക്രീസ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever there is a relative motion between the magnet and the solenoid, there is a flow of electricity. അതായത് മാഗ്നറ്റും സോളിനോയിഡും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇലക്ട്രിസിറ്റി അവിടെ ഫ്ലോ ചെയ്യും. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ഫ്രം ദ എക്സ്പെരിമെൻറ്റ്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്കിത് മനസ്സിലായി. But have you ever thought about what happens when magnet is brought near or moved away from the solenoid? നമുക്കതൊക്കെ ഒന്ന് നോക്കാം അല്ലേ. നമുക്ക് അടുത്ത പേജിലോട്ടേക്ക് പോകാം. On which instance will be the magnetic flux linked with the solenoid be less? ഇവിടെ നമുക്ക് 2 ചിത്രം കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് 2 ചിത്രം കൊടുത്തിരിക്കുന്നുണ്ട്. ഫിഗർ 3.2a, ഫിഗർ 3.2b. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കൂ. ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ബി ലെസ്? സോളിനോയിഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് ഇൻസ്റ്റൻസിലാണ് കുറവ്? എ ആണ്, ഫിഗർ 3.2a ആണ്. കാരണം ഇവിടെ മാഗ്നറ്റ് എവേ ആണ്, അതായത് സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യിക്കുന്നില്ല, സോളിനോയിഡിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഏത് ഇൻസ്റ്റൻസിലായിരിക്കും സോളിനോയിഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കുറവ്? ഫിഗർ 3.2a-യിലാണ്. ഇനി ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ബി ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് ദ സോളിനോയിഡ് ബി ഗ്രേറ്റർ? ഫിഗർ 3.2b-യിലാണ്. ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ബി ദ എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ഒക്കർ? ഏത് ഇൻസ്റ്റൻസിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് സോളിനോയിഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതിനൊരു ചേഞ്ച് ഉണ്ടാകുന്നത്? വൈൽ ഇറ്റ് ഈസ് മൂവിങ്. മൂവ് ചെയ്യുമ്പോഴാണ്. സ്റ്റേഷനറി ആയിട്ട് വെക്കുമ്പോൾ അവിടെ ഒരു മ്യൂച്വൽ റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. മൂവ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. Haven't you understood that electricity is induced in a solenoid whenever there is a change in magnetic flux linked with a solenoid? അതായത് സോളിനോയിഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ്, സോളിനോയിഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിസിറ്റി സോളിനോയിഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തെ, ആ ഒരു ഫിനോമിനോണെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെയാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇൻഡ്യൂസ്ഡ് EMF-നെ, വോൾട്ടേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്?
വോൾട്ടേജ് എപ്പോഴാണ് കൂടുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് എപ്പോഴാണ് കുറയുന്നത്? സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിനെയും നമ്പർ ഓഫ് ടേൺസിനെയും ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ അവിടെ കറണ്ട് കൂടുന്നുണ്ട്, അപ്പോൾ വോൾട്ടേജും കൂടും. അതുപോലെ തന്നെ സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ കറണ്ട് കൂടുന്നുണ്ട്, അപ്പം വോൾട്ടേജും കൂടും. അപ്പോൾ വാട്ട് മേ ബി ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് ഓഫ് ദ സോളിനോയിഡ്. അപ്പം whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomenon is known as electromagnetic induction. Which are the factors on which the direction of induced current in electromagnetic induction depend? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വേറെ ഏത് ഫാക്ടറിനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, ഈ 3 ഫാക്ടേഴ്സിനെ നമ്മൾക്ക് ഒരു റൂള് പ്രകാരം കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്കതിനെ ഒന്ന് വിശദീകരിക്കാൻ സാധിക്കും. The British scientist John Ambrose Fleming discovered that induced EMF would be maximum if the conductor is moved perpendicular to the magnetic field lines. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് എപ്പോഴും അറിയാം, അത് നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ വോൾട്ടേജ് മാക്സിമം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, കണ്ടക്ടറുടെ ഡയറക്ഷൻ, അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഈ 3 ഫാക്ടേഴ്സിനെ അതിൻ്റെ ഒരു റിലേഷൻ നമുക്കൊരു എക്സ്പെരിമെൻ്റ് പോലെ അല്ലെങ്കിൽ ഒരു റൂള് പ്രകാരം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് അറിയപ്പെടുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുന്നു. ഓക്കെ, അപ്പോൾ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഷൻ ഓഫ് ദ കണ്ടക്ടറാണ്. 4 ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചിത്രം തന്നെ നോക്കിയാൽ ഇവിടെ ഇതാണ് കണ്ടക്ടർ. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ ഈ ഗ്രീൻ കളറിൽ, നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്, താഴെ നിന്ന് മുകളിലോട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് നോക്കൂ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാ ഈ ഒരു ചിത്രം പോലെ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടക്ടറിൻ്റെ ഡയറക്ഷനും ഈ ചിത്രത്തിൽ ഉള്ള പോലെ തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാ ഈ കൈയോടെ കാണിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതായത് എ കണ്ടക്ടർ മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെച്ച് ദ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് ദ തമ്പ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. ഇഫ് ദ 4 ഫിംഗർ represent the direction of the magnetic field and the thumb represent the direction of motion of the conductor, then the middle finger represent direction of induced current. ഇനി നമുക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു കറൻറ്റും അതുപോലെ തന്നെ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന കറൻറ്റും അതൊക്കെ സെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് AC, അതുപോലെ ഡയറക്റ്റ് കറൻറ്റ് DC എന്നിവയാണ്. A cell that can be used in a torch or a clock is connected in series with a resistor and a galvanometer. അപ്പോൾ നമ്മളിവിടെ ഇതൊന്നും നോക്കണ്ട, നമുക്കിനി നോക്കാം. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് galvanometer, cell, resistor and a switch are connected in series. Circuit is switched on. അതായത് ഗാൽവനോമീറ്റർ, സെല്ല്, റെസിസ്റ്റർ, സ്വിച്ചൊക്കെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് സർക്യൂട്ട് സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ കറണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സെല്ലാണെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും.
ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാത്രമേ ഫ്ലോ ചെയ്യൂ. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ ഇസ് കണക്റ്റഡ് ടു ദ സോളിനോയിഡ്. സോളിനോയിഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. മാഗ്നറ്റ് ഇസ് മൂവ്ഡ് ഇൻ ആൻഡ് ഔട്ട് കണ്ടിന്യൂസ്ലി ഇൻ ദ സോളിനോയിഡ്. മാഗ്നറ്റ് സോളിനോയിഡിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഗാൽവനോമീറ്റർ രണ്ട് ഭാഗത്തേക്കും, അതായത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രണ്ട് കറണ്ട് ഇവിടെ രണ്ടിടത്തും കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ നീഡിൽ മൂവ് ചെയ്യുന്നത്. ദ കറണ്ട് ഒബ്റ്റൈൻഡ് ഫ്രം ദ സെൽ ഈസ് യൂണിഡയറക്ഷണൽ ആൻഡ് ഈസ് ഓഫ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതായത് ഒരു സെല്ലിൽ നിന്നും ഒബ്റ്റൈൻ ചെയ്യുന്ന, നമ്മൾ ആക്ടിവിറ്റി 1 ചെയ്തതുപോലെ സെല്ലിൽ നിന്നും ഒബ്റ്റൈൻ ചെയ്യുന്ന കറണ്ട് യൂണി ഡയറക്ഷനിലാണ്, ഒരു ഭാഗത്തേക്ക് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടാണ്. അതുപോലെ തന്നെ സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ളതാണ്, അതായത് സെയിം മാഗ്നിറ്റ്യൂഡ്, അത് ഒരേ അളവായിരിക്കും ആ കറണ്ടിന്. കറണ്ടിൻ്റെ അളവൊന്നും മാറില്ല, ഒരേ അളവിലുള്ള കറണ്ട് ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് വാട്ട് ആർ ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ദ കറണ്ട് ഒബ്റ്റൈൻഡ് ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ ഒബ്റ്റൈൻ ചെയ്യുന്ന കറണ്ടിൻ്റെ പെക്യുലിയാരിറ്റീസ് എന്തെല്ലാമാണ്? ഡയറക്ഷൻ ചേഞ്ചസ്, രണ്ട് ഡയറക്ഷനിലേക്കും ഒരു ഗാൽവനോമീറ്റർ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഡയറക്ഷൻ ചേഞ്ചസ്. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും. ഓക്കെ, ആ ഒരു മാഗ്നറ്റിൻ്റെ മൂവ് ചെയ്യുന്നതിലുള്ള സ്ട്രെങ്ത് മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ് ഗ്രേറ്റർ സ്പീഡിൽ മൂവ് ചെയ്യിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആകും. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് ചെയ്യുന്നത്, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സെല്ലിൽ നിന്നും ഒരു ഭാഗത്തേക്ക് മാത്രം മൂവ് ചെയ്യുന്നതും ഒരേ മാഗ്നിറ്റ്യൂഡും ഉള്ളതായ കറണ്ടാണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ രണ്ട് ഭാഗത്തേക്കും മൂവ് ചെയ്യുന്ന, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കറണ്ടാണ് ഉണ്ടാകുന്നത്. A current that flows only in one direction continuously is a direct current, DC. ഒരു ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന കറണ്ടിനെയാണ് ഡയറക്റ്റ് കറണ്ട്, DC എന്നത് അറിയപ്പെടുന്നത്. The current that changes direction at a regular interval of time is an alternating current. റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കറണ്ടിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC എന്ന് പറയുന്നത്.